ഹേ ഗായ്സ്, അപ്പോൾ ഞാനൊന്ന് പുറത്തേക്ക് പോവാണ്. പുറത്തേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ പഴയ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ കൊച്ചിയിലേക്ക് ഒരു ട്രിപ്പ്, 1 ഡേ ട്രിപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ആളുടെ കൂടെയാണ് ഞാൻ പോകുന്നത്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ലൈക്ക് ഇന്ന് പോകുന്നതിനൊരു കാര്യമുണ്ട്. നമ്മൾ നോർമലി ഔട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് പോവുക. പക്ഷേ ഇന്നൊരു സങ്കടത്തിലാണ് പോകുന്നത്, എന്നാൽ സന്തോഷമുണ്ട്. അപ്പം എന്താണെന്നുള്ളത് എനിക്കിങ്ങനെ വഴിയേ പറഞ്ഞുതരാം. അപ്പം ഞാനിപ്പം അവിടെ അടുത്തോട്ട് പോവാണ്. സോ ഗൈസ്, അപ്പം ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഈ ടീഷർട്ട് എനിക്ക് ചേച്ചി വാങ്ങിച്ചതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓവർ സൈസ് ടീഷർട്ടൊക്കെ. പക്ഷേ അത്ര ഓവർ സൈസ് ആയിട്ടില്ലെങ്കിലും കുറച്ച് അടിച്ചോണ്ടാണ് ചേച്ചി. ഞാൻ മെലിഞ്ഞൊരു സെറ്റപ്പിൽ വെച്ച് വാങ്ങിയതാണ്. കുറച്ച് ഞാൻ അടിച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ ചേച്ചി അത് പിന്നായിട്ട് ഇട്ടിട്ട് വിളിക്കാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ടീഷർട്ട്. അപ്പം വീട്ടിലാരും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ തൊട്ടപ്പുറത്തെ വീട്ടിൽ ഏൽപ്പിച്ചിട്ടേ പോയി. നല്ല വെയിലായതുകൊണ്ട് തന്നെ എൻ്റെ ഹെയറിൻ്റെ കളറൊക്കെ എടുത്ത് കാണുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് കാലിക്കറ്റ് പൊറ്റബിൾ ബ്രൗൺ ടൗണിലെത്തി കേട്ടോ. ഇതാണ് എൻ്റെ ഋതു. ഞങ്ങൾ പിന്നെയും സ്ഥലം മാറിയിരുന്നു. ഞങ്ങൾ ആദ്യം ഇവിടെ ആയിരുന്നു കേട്ടോ ഇരുന്നത്. പിന്നെ വ്യൂ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടേക്ക് മാറി. പാഷൻ ഫ്രൂട്ടും വാട്ടർമെലൺ മൊജിറ്റോ ആയിരുന്നു ഓർഡർ ചെയ്തത്. ഇതാണ് ഞങ്ങളെ ഗ്യാങ്ങിലെ 3rd വുമൺ ആർമി. കുഞ്ഞോളുള്ളത് തന്നെ അവൾക്ക് അന്ന് വരാൻ പറ്റിയിട്ടില്ലായിരുന്നു. സോ അവളോട് കുറേ നേരം സംസാരിച്ച് കുഞ്ഞുമാവനോടും കുറച്ച് നേരം കളിപ്പിച്ച് അതിനുശേഷം ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു. ഋതുവിന് ട്രീറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാ ചോയ്സും എനിക്ക് തന്നെ വിട്ടു തന്നു. ചിക്കൻ സ്റ്റീക്കും ആൽഫ്രഡോ പാസ്തയായിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തത്. പിന്നെ ഞങ്ങൾ ഡ്രിങ്ക്സ് ഒക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എല്ലാ ചിക്കനും കട്ട് ചെയ്തിരുന്നൊക്കെ അവളായിരുന്നു കേട്ടോ. പക്ഷേ എരിഞ്ഞ് പണ്ടാരടങ്ങിപ്പോയി. ഞാൻ നോർമലി സ്വീറ്റിനെക്കാളും കുറച്ചുകൂടി സ്പൈസി പേഴ്സണാണ്. എനിക്ക് എത്ര വേണമെങ്കിലും എരിവ് കഴിക്കും. പക്ഷേ എരിഞ്ഞ് പണ്ടാരടങ്ങിയെങ്കിലും അതൊന്നും ഞാൻ ഇച്ചിരി പോലും ബാക്കി വെച്ചിട്ടില്ല. ബ്രൗൺ ടൗണിൻ്റെ സിഗ്നേച്ചർ സോസാണ് കേട്ടോ ഇത് ഈ കണ്ടത്. പിന്നെ അതിൻ്റെ കൂടെ ആൽഫ്രഡോ പാസ്തയും കൂടെ മിക്സ് ചെയ്തപ്പം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇനി ആ സാഡ് ന്യൂസിന് മുന്നേ ഹാപ്പി ന്യൂസ് പറയാം. എൻ്റെ ഋതു സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ അസിസ്റ്റന്റ് മാനേജറായിട്ട് പ്രൊമോട്ട് ആയിട്ടിരിക്കുകയാണ്. സെയിം ടൈം ഞാൻ സാഡ് ആയതുകൊണ്ട് തന്നെയായിരിക്കും പ്രകൃതി പോലും കരഞ്ഞു പോയിട്ടോ. മഴയത്താണെങ്കിലും ഒരു ഐസ്ക്രീം ഒക്കെ കഴിക്കാൻ വെച്ചിട്ട് തൊട്ടപ്പുറത്തെ സ്മാർട്ടിൽ പോയിട്ട് നമ്മൾ ഐസ്ക്രീം ഒക്കെ വാങ്ങിയിട്ടോ. ഞാൻ ചോക്കോബാറും അവൾ ബൂസ്റ്റിൻ്റെ ഒരു ഐസ്ക്രീമും ആയിരുന്നു വാങ്ങിയത്. ഒറ്റയ്ക്ക് നടക്കുന്നതൊന്നും നോക്കണ്ട, ക്രോസ് ചെയ്യാൻ ഞാൻ തന്നെ വേണം. പണ്ട് കോളേജിലാണെങ്കിലും ഇങ്ങനെ തന്നെയായിരുന്നു. ഞാനായിരുന്നു NSS എങ്കിലും അവൾക്കാണ് നല്ല ശീലങ്ങളൊക്കെ കിട്ടിയത്. ഇനി സാഡ് ന്യൂസ് പറയാം. അവൾ മുംബൈക്കാട്ടോ ട്രാൻസ്ഫർ ആയിട്ട് പോകുന്നത്. പെട്ടെന്നൊന്നും കാണാൻ പറ്റില്ലല്ലോ കാണാൻ തോന്നുമ്പോൾ. അപ്പോൾ ഗൈസ് ബൈ.